ഒരുപക്ഷെ എന്റെ ഈ എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ 7 പ്ലാനറ്റ്സിന്റെയും പവർ ഈ ക്രിസ്റ്റൽ ബോളിനകത്ത് വരും. അതിനുശേഷം ലോകം മൊത്തം എന്റെ കാൽ കീഴിലായിരിക്കും. 7 പ്ലാനറ്റ്സിന്റെയും പവർ ഒരു ബോളിനകത്ത് കൊണ്ടുവരുന്നത് ഒരു ചെറിയ കാര്യമല്ല. You are genius, boss. Super duper genius. She's right, boss. She's right. ടിംബക്ടു, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ ആ 7 പ്ലാനറ്റ്സിന്റെയും പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും പവർഫുൾ ആയ മനുഷ്യൻ ഞാനാണ്. ഇത് നോക്കൂ, ഈ ക്രിസ്റ്റൽ ബോളിന്റെ പവർ ആദ്യം ഫുർസത് ഗഞ്ചിലെത്തും. പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കും. പൊട്ടിത്തെറി വീറിന്റെ കഥ അതോടെ അവസാനിക്കും. Congratulations, boss. ഈ സ്പ്രേ എന്റെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ കാറ്റിൽ പറന്നു പോയേനെ. അത് മാത്രമല്ല, ഈ ലാബും കാണാതെ പോയേനെ. നീ ഒരു മരമണ്ടനായല്ലോ. വേഗം ചെന്ന് ആ ക്രിസ്റ്റൽ ബോളിനെ എടുത്തോണ്ട് വരൂ. വേഗം ചെല്ലോ. അതില്ലാതെ എന്റെ കയ്യിൽ പവേഴ്സ് ഒന്നും ഉണ്ടാകില്ലടാ. ചെല്ലോ. അയ്യോ, അപ്പൂപ്പ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പൂപ്പൻ ഭയങ്കര ബിസി ആണെങ്കിൽ ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോട്ടെ. വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോകരുത്. അത് കണ്ടോ? അപ്പൂപ്പ, എന്താ ഇത്? അത് 7 in 1 പ്ലാനറ്റ് ആണ്. 7 പ്ലാനറ്റ്സിന്റെ പവർ ആ ക്രിസ്റ്റൽ ബോളിനകത്തുണ്ട്. വലിയ വലിയ സയന്റിസ്റ്റുകൾ പല വർഷങ്ങളായി ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുക. ആരോ ഒരാളുടെ റിസർച്ച് കംപ്ലീറ്റ് ആയെന്നാ തോന്നുന്നേ. പക്ഷേ ഈ ക്രിസ്റ്റൽ ബോൾ അയാളുടെ കൈവിട്ടു പോയ ലക്ഷണ. അപ്പൂപ്പ, ആ സൈഡിൽ മാത്രം എന്താ ഇരുട്ടായി പോയത്? അതിനെല്ലാം കാരണം ഈ ക്രിസ്റ്റൽ ബോളിന്റെ പവേഴ്സ് ആണ് മോളെ. ഭൂമി മുഴുവനും പകുതി വെളിച്ചവും പകുതി ഇരുട്ടുമായി മാറാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ഇരുളും പരക്കും. അത് ഭൂമി മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങിപ്പോകും. അതോടെ എല്ലാം അവസാനിക്കും മക്കളെ. അപ്പൂപ്പ, പക്ഷേ അതിൽ മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കിയേ, എല്ലാരും കാറ്റിൽ ഫ്രീസായി നിൽക്കുകയാണ്. അത് നോൺ ലിവിംഗ് തിങ്സിനെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. പിന്നെ ലിവിംഗ് തിങ്സിനെ പുറത്തുള്ള കാറ്റിൽ ഫ്രീസ് ചെയ്യുകയുമാണ്. ഒരുപക്ഷെ ഈ ഫുർസത് ഗഞ്ചിലുള്ള ജനങ്ങൾ ഇരുട്ടിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ ഓരോ മനുഷ്യനും അതുപോലെ മൃഗങ്ങളും കാറ്റിൽ കുടുങ്ങിപ്പോകും. ചിലത് കാറ്റിൽ പറന്നു നടക്കും, മറ്റു ചിലവ കാണാതെ പോകും. വീർ, നീ ചെന്ന് അതിനെ എത്രയും വേഗം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ മോനെ. ഞാൻ ഇപ്പൊ തന്നെ പോകാം അപ്പൂപ്പ. ഒരു മിനിറ്റ്, അതിന്റെ പവേഴ്സ് നിന്നെ ഒരിക്കലും ഫ്രീസ് ചെയ്യാതെ നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രൊട്ടക്ഷൻ പവർ തരികയാ. ഇനി അതിന്റെ പവർ കൊണ്ട് നിങ്ങൾ ആരും ഫ്രീസ് ആവില്ല. പക്ഷെ നിങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ്ലെസ് ആയി മാറിപ്പോകും. കാറ്റിൽ പറക്കാനും പൊങ്ങിക്കിടക്കാനും തുടങ്ങും. കുട്ടികളെ, നിങ്ങൾ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കെ. വീർ, നീ ചെല്ലു മോനെ. നീ റോബോട്ടാണ്. നിന്റെ മെഷീൻ പവർ യൂസ് ചെയ്ത് നിനക്ക് പറക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നിനക്കൊന്നും സംഭവിക്കില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം ചെന്ന് ആ ക്രിസ്റ്റൽ ബോൾ പിടിച്ചെടുത്തോണ്ട് വാ. അത് കൊണ്ടുവന്ന് എന്റെ മെഷീനിൽ ഫിക്സ് ചെയ്തേക്ക്. അത് ഞാൻ ഓപ്പൺ ഗ്രൗണ്ടിൽ റെഡിയാക്കി വെച്ചേക്കാം. ആ ബോൾ എങ്ങാനും എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ അതിനുള്ള പവേഴ്സ് തിരിച്ച് പ്ലാനറ്റിലേക്ക് തന്നെ അയക്കുന്നു. ഞാനിപ്പോ തന്നെ അതിനെ പിടിച്ചോണ്ട് വന്നേക്കാം അപ്പൂപ്പ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. Robo Boy സ്യൂട്ട് ഓൺ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ. പകടം പാലം പാലം ഇക്കിടം പിക്കിടം. അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഓ, ആ ബോള് കാണാൻ എന്തൊരു രസമാ. എനിക്ക് ഇപ്പൊ തന്നെ അത് വേണം. ഓ, അത് ശരി. അപ്പൊ ഇതിനു പുറകെ മാഡ് മാക്സ് ആണല്ലേ? വീർ, നിനക്ക് ആ ബോള് പിടിച്ചെടുക്കാൻ കഴിയില്ല. ആ ബോള് ഞാൻ കൊണ്ടുപോകും.
ക്രിസ്റ്റൽ ബോൾ എന്റേതാണ്. അത് എന്റേത് മാത്രമാണ്. അപ്പൂപ്പ എനിക്ക് ആ ബോൾ പിടിക്കാൻ പറ്റുന്നില്ല. അതിൽ തൊട്ടതും ഷോക്ക് അടിച്ച് തെറിച്ച് ഞാൻ വീണു. ദിക്കുകളൊന്നുമില്ലാതെ അതെന്നെ വലിച്ചെറിയുകയാണ്. നീ 7 പ്ലാനറ്റ്സിന്റെ പവറിനോട് കൂടി വേണം ഏറ്റുമുട്ടാൻ. അതിന് ഒരു വീർ തികയില്ല. 7 വീർ ഒരു വീറായി മാറണം മോനെ. ഞാൻ നിന്റെ വ്യത്യസ്തമായ പവേഴ്സ് ഉള്ള 7 ക്ലോൺസിനെ റെഡിയാക്കാൻ പോവുക. ഓക്കെ അപ്പൂപ്പ, ഞങ്ങൾ ചെന്ന് അതിനെ ഇപ്പൊ പിടിച്ചോണ്ട് വരാം. വേഗം ചെല്ലി വീർ. അത് ഫുർസത് ഗഞ്ചിനെ മുഴുവൻ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ചേടാ, ഇതെന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായി പോയത്. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഇതെന്താ കാണുന്നത്? ഈ ചുഴലിക്കാറ്റ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഓടിക്കോ, വേഗം ചെന്നത് പിടിച്ചു പോനെ. വേഗം ചെന്ന്. അപ്പൂപ്പ, ഇതാ ക്രിസ്റ്റൽ ബോൾ. നോ, നീ അതിൽ നിന്ന് പവേഴ്സ് ഒരിക്കലും പുറത്തേക്ക് എടുക്കരുത്. ടിംബക്ടു അറ്റാക്ക്! ഒരുപക്ഷെ ഈ ക്രിസ്റ്റൽ ബോളിൽ നിന്നും പവേഴ്സ് പ്ലാനറ്റിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു വരികയില്ല. ഒരിക്കലും വരികയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒരു അല്പം സമയം കൂടി എനിക്ക് വേണം. അവരെ ആദ്യം തടഞ്ഞു നിർത്തും മോനെ. അത് വലിയ റോബോട്ടായി മാറിയിരിക്കണല്ലോ. വേഗം ചെന്ന ക്രിസ്റ്റൽ ബോൾ എടുത്തുകൊണ്ട് വരൂ. വേഗം. വീർ, കുറച്ച് സമയം കൂടി വേണം. ഇനി 2 പ്ലാനറ്റ്സിന്റെ റേസും കൂടി ബാക്കിയുണ്ട്. യെസ്, വേഗം അത് എടുത്തുകൊണ്ട് വാ. എക്സ്ട്രാ പവർ ഓൺ. എക്സ്ട്രാ പവർ ഓൺ.
ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ആ ക്രിസ്റ്റൽ ബോൾ അവിടെ പോയി? നമ്മൾ വിചാരിച്ചത് സാധിച്ചു മോനെ. ഇപ്പൊ ആ ക്രിസ്റ്റൽ ബോൾ വെറും വേസ്റ്റ് ആണ്. ഡോക്ടർ പ്രേം സഹായ്, ഞാൻ വീണ്ടും വരുന്നതാണ്. വീർ വീർ, ആ ക്രിസ്റ്റൽ ബോൾ എവിടെയാ പോയത്? അത് വലിയൊരു കഥയാണ് ചിണ്ടു. വാ, ഞാൻ നിനക്കത് പിന്നെ പറഞ്ഞുതരാം.